ഇപ്പൊ ഞാൻ ഇപ്പോൾ ഒരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇവിടെ BJPയും RSS ഇത്രയെങ്കിലും ശക്തിയായത് കൊണ്ട് മാത്രമാണ് ഇത് ക്രൈസ്തവ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത്. എന്റെ സത്യവതാണ്. ഇപ്പൊ ഭാരതത്തിലാണെങ്കിൽ ഹൈന്ദവ സമുദായം ന്യൂനപക്ഷത്തിലേക്ക് അടുക്കുന്നുവോ അതിനു മുമ്പ് തന്നെ ക്രിസ്ത്യാനി ഇവിടെ ക്രൈസ്തവർ മനസ്സിലാക്കുന്നില്ല. അതാ പ്രശ്നം. അപ്പൊ ഇവിടെ ദേശീയ പ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുക, അതുപോലെ തന്നെ ഭരണത്തില് ഈ മതമൗലികവാദികളെ പിന്തുണയ്ക്കുന്ന പുറന്തള്ളിക്കൊണ്ട് ദേശീയവാദികൾക്ക് ശക്തിയുള്ള ഒരു ഭരണം ഇവിടെ വരണം. ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇത് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറണം. ഇതിപ്പം സുപ്രീം കോടതി. എന്റെ പൊന്നാര പീറ്ററെ, മലയാളി ക്രൈസ്തവ സഹോദരങ്ങൾ മുഴുവനും ഡിസംബർ 25 പ്രഭാതത്തിൽ പള്ളികളിലിരുന്ന് സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ യേശുനായക ശ്രീ യേശുനായക എന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ഒട്ടാകെ, ലോകം മൊത്തം നോക്കണ്ട, നമ്മളൊക്കെ താമസിക്കുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ മണ്ണിൽ എന്തെല്ലാം ഈ ഡിസംബറിൽ, ഈ വർഷം മൊത്തം കൂട്ടണ്ട, ഈ ഡിസംബർ 23, 24, 25 പകലും രാത്രിയിൽ നടന്ന സംഭവം എന്തൊക്കെയാണെന്ന് എൻ്റെ പൊന്നാര പീറ്റെന്ന് അറിയുന്നു. ജിഹാദികൾ എന്തെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടിയെന്നല്ല അറിയുന്നോ? ജാർഖണ്ഡിലെ റായ്പൂരിലെ മാഗ്നറ്റ് എന്ന് പറയുന്നൊരു മാളിൽ നടന്ന സംഭവം വല്ല നിങ്ങൾ അറിഞ്ഞിരുന്നോ? മറന്നുപോയതായി. ഈ വീഡിയോയിൽ നിന്ന് കണ്ടു നോക്കി. ഈ ബാക്ക്ഗ്രൗണ്ടിലേ ഇട്ട് കൊടുക്കുന്ന പടം അറിയോ? കരുണാമയനെ കാവൽ വിളക്കേ കനിവിൻ നാളവേ. ഇവർ കരവളിന് പോയതല്ല, ഇവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന മനുഷ്യന്മാരുടെ സന്തോഷത്തെ കെടുത്തിക്കൊണ്ട് മാളിൻ്റെ വിവിധ ഭാഗങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ വെച്ച സാന്താക്ലോസിൻ്റെ ആ ഒരു സ്റ്റാച്ചു അടക്കം അടിച്ചു പൊളിക്കുന്നു. എന്തൊരവസ്ഥയാണ് എന്നാലോചിച്ച് നോക്കിയേ. ജിഹാദികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാ രസം. ഈ ജിഹാദികൾ ഇവിടുന്ന് പോയില്ലെങ്കിലും, മുസ്ലിമീങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങളാണിത്. നോക്ക് കാണുന്നുണ്ടല്ലോ പീറ്റർ ഇത് കാണുന്നുണ്ടല്ലോ. എനിക്ക് പീറ്റർ ഈ പറയുന്നതിനകത്ത് കെവിൻ പീറ്റർ വന്ന അത്ഭുതമില്ല. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ഒന്ന് നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും കുഞ്ചിക സ്ഥാനത്തിനു വേണ്ടി ചിലർ എന്തെല്ലാം പണി ചെയ്തെന്നും ആരുടെയൊക്കെ കാല് നക്കിയെന്നൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ കൊലക്ക് കൊടുക്കുന്നവരാരാണെന്ന് നമുക്കറിയാം. എപ്പോഴും ഈ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് ഈ ഇന്ത്യയിൽ മാത്രം അരങ്ങേറിയ സംഭവം. ഇനി വാർത്തയിലേക്കൊന്ന് വന്നാലോ. അസമിലെ നൽബരി ജില്ലയിലെ സെന്റ് മേരീസ് സ്കൂളിലെ ക്രിസ്മസ് ആഘോഷം നശിപ്പിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത്, ബജറംഗ് ദൾ പ്രവർത്തകർ കടകളിലെ സാധനങ്ങൾ തീയിട്ടു. ഇന്ത്യയിലെ കാര്യമാണ് പറയുന്നത്. ക്രിസ്മസ് ആഘോഷത്തിലെ ഛത്തീസ്ഗഡിൽ ഹിന്ദുത്വവാദികളുടെ അക്രമം, സാന്താക്ലോസ് രൂപങ്ങളടക്കം അടിച്ചു തകർത്തു. UP-യിൽ പള്ളിക്ക് പുറത്ത് ഹനുമാൻ ചാലിസ. ജിഹാദികളാണ്, തർക്കമില്ല. ഇന്നും അക്രമം. ഛത്തീസ്ഗഡിലെ റായ്പൂരിലെ മാളിൽ, അത് നമ്മൾ നേരത്തെ വായിച്ചു, ക്രിസ്മസ് അലങ്കാരങ്ങൾ തകർത്തു. 30 പേർക്കെതിരെ കേസൊക്കെ കോമഡിയല്ലേ. പിന്നെ സ്ഥിരമായിട്ട് ഇസ്ലാമിക വിദ്വേഷം പറയുന്ന ഒരു അച്ഛനുണ്ട്. ആ അച്ഛൻ്റെ നിലപാട് മാത്രമല്ല, മലബാർ സഭയുടെ നിലപാട് പറഞ്ഞുകൊണ്ട് അക്രമങ്ങളുടെ ഇടവേള കുറഞ്ഞു വരുന്നു, ക്രൈസ്തവർക്കെതിരായ കയ്യേറ്റങ്ങളിൽ ആശങ്ക പങ്കുവെച്ച് സീറോ മലബാർ സഭ. ഇതിൽ ഫോട്ടോയിൽ കാണുന്ന ആ ഫാദർ സ്ഥിരമായിട്ട് ഇസ്ലാമിക വിരോധം പറയുന്ന ആളാണ്. ഭയങ്കര ആസ്വാദനം മൂപ്പർക്ക്. എല്ലാത്തിനും കിട്ടി, എല്ലാത്തിനും വയറു നിറച്ച് കിട്ടിയിട്ടുണ്ട്. സങ്കടമുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അമ്മാതിരി പെരുക്കമല്ലേ പെരുകുന്നത്. അടുത്ത ബറേലിയിൽ ക്രിസ്ത്യൻ പള്ളിക്ക് മുന്നിൽ ഹനുമാൻ ചാലിസ ചൊല്ലി തീവ്ര ഹിന്ദുത്വ സംഘടന പ്രവർത്തകർ. എൻ്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരങ്ങളെ, നിങ്ങളോട് ഇത് പങ്കുവെക്കുന്നത് എൻ്റെ സന്തോഷം പങ്കിടാൻ വേണ്ടിയല്ല. നിങ്ങളിൽപ്പെട്ട ആളുകൾ നിങ്ങളെ കൊലക്ക് കൊടുക്കുമ്പോൾ അത് നിങ്ങളോടൊന്ന് ഉണർത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾക്ക് കുത്തിത്തിരിപ്പെന്നോ അല്ലെങ്കിൽ മനസ്സിൽ വെറുപ്പുണ്ടാക്കാൻ എന്തും പറയാം. ഇതൊക്കെ എത്ര കാലം കൊണ്ട് നിങ്ങൾ പറയുന്നു. നമുക്കത് സംഭവിച്ചോ? നിങ്ങൾ മുസ്ലിമീങ്ങളെ ഭയപ്പെട്ടു, താടിയും തൊപ്പിയും കണ്ടാൽ പേടിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു. ഇപ്പം നിങ്ങൾക്ക് ആരെ കയ്യിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതുവരെ നിങ്ങൾക്ക് ആരെ കയ്യിൽ നിന്ന് കിട്ടിയത്? ഇനി അടുത്ത വാർത്ത. ആശങ്കയിൽ ഉത്തരേന്ത്യയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ഭീഷണിയും വിദ്വേഷവുമായി ഹിന്ദുത്വ ഗ്രൂപ്പുകൾ. ഇവരെ ആരാണ് ഈ രൂപത്തിലേക്ക് പരുവപ്പെടുത്തിയത്? ഏത് സിദ്ധാന്തമാണ് ഇവരെ ഈ രൂപത്തിൽ പരുവപ്പെടുത്തിയത്? ഉത്തർപ്രദേശിൽ ക്രിസ്മസിന് കുട്ടികൾക്ക് അവധി നഷ്ടമാകും. വാജ്പേയി ജന്മശതാബ്ദി ആഘോഷിക്കാൻ ഉത്തരവ്. അവിടെ അവധിയില്ലെന്ന് പറഞ്ഞു. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും മുറുകെ പിടിക്കാനും ആഘോഷിക്കാനും ഒക്കെ അവസരമുണ്ടായിരിക്കെ അവരുടെ ആഘോഷങ്ങൾക്ക് ഇടവേള നൽകാതെ അന്നത്തെ ദിവസവും അവധി വെക്കാതെ കുട്ടികൾ വരുന്നുവെന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ വേണ്ടി ഹാജർ പട്ടിക അത് കൃത്യമായി രേഖപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം വരുമ്പം ഈ ജിഹാദികളുടെ UA തീവ്രവാദികളെ തീവ്രവാദികളായ മുസ്ലിമുകളുടെ UAയില്ലേ, അവിടെ അവധിയോടുകൂടി ക്രിസ്മസ് ആഘോഷിക്കാം. UAയിലെ നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ അവധി പ്രഖ്യാപിച്ചു. ഈ തീവ്രവാദികളെ, ഈ ഭീകരവാദികളെ.
എന്നിട്ട് ഇങ്ങനെ കറങ്ങി വന്നപ്പോൾ പാലക്കാട് എത്തിയപ്പോഴോ പാലക്കാട് കരോൾ സംഘത്തിന് നേരെ ആക്രമണം, BJP പ്രവർത്തകർ അറസ്റ്റിൽ. ഇതിന് ആ പൂഞ്ഞാറുള്ള മറ്റേ ആളുണ്ടല്ലോ, അയാളുടെ മോൻ പറഞ്ഞതേ വെള്ളം അടിച്ചുകൊണ്ട് ചില ആളുകൾ കാണിച്ച തോന്നിയാസമാണെന്ന്. 10-12 വയസ്സുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ നടത്തി കരോളിൽ ആ കുഞ്ഞുങ്ങൾ അടിച്ചപ്പോൾ അതിന് ഈ അടി കൊണ്ട കുഞ്ഞുങ്ങളുണ്ടല്ലോ, 10-12-13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ഏത് വിശ്വാസത്തെ പ്രമാണമാണോ അംഗീകരിക്കുന്നത് അതേ പ്രമാണം കൈക്കൊണ്ട് നടക്കുന്നവൻ, അതിനുവേണ്ടി സംസാരിക്കുന്നവൻ പറയാണ് വെള്ളം അടിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യാൻ? നമുക്കിതൊന്നും ഒന്നും പറഞ്ഞിട്ട് കാര്യം, നിങ്ങൾ നിസ്സഹായതയെ നമ്മൾ അപലപിക്കുന്നു, അല്ല ഒന്നും പറയാനില്ല. ഇതാരാണ് നിങ്ങളെ കൊല കൊടുക്കുന്നത് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുന്ന കാലത്തോളം നിങ്ങൾക്ക് തിരിച്ചറിവ് ഇനിയും കിട്ടാനുണ്ട്. ഇപ്പൊ കിട്ടിയതൊന്നുമല്ല, ഇനിയും കിട്ടാനുണ്ട്. ഈ കിട്ടുന്ന സമയത്തൊക്കെ ഇതിനെ സാധൂകരിക്കാൻ, ന്യായീകരിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾ വരിക തന്നെ ചെയ്യും. നമുക്ക് ഇതിനെതിരെ ആരെങ്കിലും തല്ലാനും കൊല്ലാനും ആളെടുക്കാനും അല്ല പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കണം, ഇത് നമ്മൾ തിരിച്ചറിയണം. ആരാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിക്കുകയും ആക്രമിക്കുകയും ഇവിടെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണം. അത് ആരെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് നമുക്ക് കരുതലുണ്ടാകണം. നമ്മൾ ജീവിക്കുന്ന സമയത്തിൽ ഇനി എന്ത് ചെയ്യും? എത്ര മനുഷ്യർ കൊല്ലപ്പെട്ടു, പാവങ്ങൾ. നമ്മൾ ആരെങ്കിലും ശബ്ദിച്ചോ? ആക്രമിക്കപ്പെട്ടു, കൊല്ലപ്പെട്ടു, അവരുടെ വീടുകൾ ധ്വംസിച്ചു, അവിടെ ആരാധനാലയങ്ങൾ തകർത്ത് കളഞ്ഞു. നമ്മൾ മിണ്ടിയോ? ക്രൈസ്തവരോട് എന്നെ ചോദിക്കുകയാണ്. ഗ്രഹാൻ സ്റ്റെയിനും അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങളെ കാറിലിട്ട് കത്തിച്ചപ്പോൾ എവിടെങ്കിലും ഒരു ചെറിയ പ്രതിഷേധമെങ്കിലും 1-2 ക്രൈസ്തവ പാസ്റ്റർമാർ മാത്രം എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ ആരെങ്കിലും മിണ്ടലുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അധികാര കുഞ്ചിക സ്ഥാനത്തിരിക്കാൻ വേണ്ടി ആരുടെയും കാല് നക്കാൻ സന്നദ്ധമായി നിൽക്കുന്ന ചില ആളുകളുണ്ട്. എല്ലാവരും അല്ലേ പറയുന്നത്? അങ്ങനെ ചില ആളുകളുണ്ട്. അവര് കാരണം നിങ്ങൾക്ക് കൂടെ കിട്ടും. ചെറിയ രൂപത്തിലല്ല, നല്ല രൂപത്തിൽ കിട്ടും. സങ്കടമുണ്ട്, വിഷമമുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് മണ്ണാങ്കട്ട തോന്നിയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്. ഓക്കെ.